ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഇത് കുടക് ജില്ലയിലുള്ള കുട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇത് ഏകദേശം കേരളമായിട്ട് ബോർഡർ ഉള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ചെറിയൊരു ടൗൺ ആണിത്, കുട്ട എന്ന് പറയും. ഇപ്പോൾ ഞാനിവിടെ ഒന്നിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ബസ്സൊക്കെ ഇവിടെ വന്നു പോകുന്നതാണ്. മാനന്തവാടി ഭാഗത്തുനിന്ന് കുട്ട വരെ വന്ന് പോകുന്ന ബസ്സൊക്കെ അങ്ങോട്ട് വരും. പിന്നെ ഈ മേഖല എന്ന് പറയുന്നത് ഫോറസ്റ്റ് മേഖലയാണ്. ഒരുപാട് റൂട്ടുകൾ, നമ്മൾ പോകുന്ന റൂട്ടിലൊക്കെ ഫോറസ്റ്റുകളുണ്ട്. കേരളത്തിൻ്റെ ഭാഗത്തേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ തോൽപ്പെട്ടി വന്യജീവി സങ്കേതം, അവിടെ സഫാരിയൊക്കെ ഉണ്ട് കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടേനെ തിരിഞ്ഞ് പോകുന്ന സ്ഥലത്തൊക്കെ നാഗർഹോള ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ കുട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ വന്നിരുന്നപ്പോൾ നമ്മളെ ഇവിടുത്തെ കുട്ടയിൽ രണ്ടു ആൾക്കാരെ പരിചയപ്പെട്ടു. ഞാൻ അവർക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉங்கள் പേര് சொல்லுங்கண்ணா. சாமிதுரை. സാമിതുரை. മൂപ്പര് തമിഴാണ്, ദിണ്ടുകല്ലിലാണ് മൂപ്പര്. പിന്നെ ദിണ്ടുകല്ലിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് 50 വർഷമായത്രേ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ കൂടുതലായിട്ട് കാപ്പി എസ്റ്റേറ്റുകളാണ് കൂടുതലായിട്ടുള്ളത്. കോഫി പ്ലാന്റേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കുട്ട എന്ന് പറയുന്നത്. കുട്ട എന്നല്ല, മീൻസ് കൂർഗ് ജില്ല തന്നെ മൊത്തം ടോട്ടലായിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ കോഫി എസ്റ്റേറ്റിലൊക്കെ നിരവധി പേര് ജോലിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു മുമ്പ് കാലങ്ങളിൽ. അങ്ങനെ ദിണ്ടുകല്ലിൽ നിന്ന് വന്നൊരു ആളാണ് ഈ സ്വാമി ദുരൈ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മൂപ്പരടുത്ത് ഇവിടുത്തെ എക്സ്പീരിയൻസും ഇത്ര കാലം ജീവിച്ചല്ലേ എന്തൊക്കെയാണെന്ന് മൂപ്പര് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. சொல்லுங்கண்ணா, என்ன 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 வேலை பார்த்தீங்க இதுக்கு முன்னாடி? காப்பி டிப்போ சேல்ஸுங்களா? காப்பி டிப்போ, காப்பி வாங்குறது, ஹெட் ஆஃபீஸ்க்கு அனுப்பிச்சு கொடுக்குறது. அதாவது எஸ்டேட்டு மூலியமாக பண்ணுறது. நீங்கள் சொந்தமாக பண்ணீங்களா? ப்ரைவேட்டில். இப்போ பண்ணுறது இல்லை? இப்போ இல்லை. அப்போ அது அந்த லைசன்ஸே முடிஞ்சு போச்சு. இப்போ கிடையாது. இப்போ யார் வேணாலும் காப்பி எடுக்கலாம், யாரும் விற்கலாம். ஃபர்ஸ்ட் டைமுக்கு உங்கள் காப்பியை கூட நீங்கள் ரிசிப்ட் கொண்டு வந்தால் தான் கொண்டு வர முடியும். இல்லைன்னா ஸ்கோர்காரங்க பிடிச்சிக்கிடுவாங்க. அந்த மாதிரி. இப்போ 50 வருஷமா இங்கே இருக்கிறீங்க? இங்கே உங்கள் குடும்பம் எல்லாம் இங்கே தான்? எல்லாம் இங்கே. திண்டுக்கல்ல போய் யாருமே இல்லை? திண்டுக்கல்ல சொந்தக்காரங்க இருக்காங்க. போகிறதுண்டா திண்டுக்கல்? ஒரு வருஷத்துக்கு ஒரு தடவை. கன்னடால நல்லா பேசிங்க தானே? அதான் சொல்ல, இங்கே கன்னடா பேசுகிறோம். இங்கே இருக்கிறவங்களுக்கு நம்ம பேசுறது தமிழே பேசுவார். ஓஹோ, கன்னடக்காரங்களே தமிழ்லையும் பேசுவார். கன்னடக்காரங்களும் தமிழில் தான் பேசுவாங்களா? தமிழ் மக்கள் வந்து அதிகமாக இருக்கிறாங்க. தமிழ் இது எஸ்டேட்டு, தமிழ்காரங்க எஸ்டேட்டு பெய்த்து எஸ்டேட்டு வச்சிருக்கவங்க தமிழ் சொந்த தமிழ். சிதம்பரம் செட்டியார் இல்லை மினிஸ்டர், அவங்க எல்லாம் பெரிய முதலாளிங்களா? எஸ்டேட் ஓனர், மினிஸ்டருங்களா? சென்ட்ரல் கவர்மெண்ட்ல மினிஸ்டரா இருந்தார்ல சிதம்பரம். முந்தைய மினிஸ்டர். ஆமா, சிதம்பரம். அதாவது பட்ஜெட் மினிஸ்டர் பி சிதம்பரம். அவருக்கு எல்லாம் எஸ்டேட் இருக்கு. சொந்த எஸ்டேட் 1000 ஏக்கர் இந்த இடத்துல. கொஞ்சம் ஒரு கிலோமீட்டர் പോണ ഒരു കുട്ട വെച്ചിരിക്കുന്നത് എല്ലാ കോഫി എസ്റ്റേറ്റ് ആണ്. ഇവിടെ ഒരുപാട് പ്രൈവറ്റ് ബസ് സർവീസ് ഒക്കെ വന്നു പോകുന്നത്. വീരാജ്പേട്ട് പോകുന്ന ബസ്സാണ്. ഇപ്പൊ ഇവിടുന്ന് ഈ കുട്ടയിൽ നിന്ന് ഈ റോഡ് പോണത് ഒരു 10-15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നാഗർഹോള മീൻസ് ആ ഫോറസ്റ്റിനുള്ള കൂടെയാണ് പോകുന്നത് കുറച്ച് ദൂരം. ഇവിടെ ബസ്സിന് പുറമെ ഇങ്ങനത്തെ വണ്ടികളൊക്കെയാണ്. ഇത് പ്രൈവറ്റ്, കർണാടകക്കാരെ ഒരു ട്രഡീഷണൽ വാനാണ് ഈ കാണുന്നത്. ഒരു ലോങ് ട്രിപ്പ് പോകുന്ന വണ്ടിയാണെന്ന് തോന്നുന്നത്. കുട്ടയിലുള്ള ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇവിടെ കർണാടകൻ്റെ ഭാഗമായിട്ടുള്ള പ്രൈവറ്റ് ബസ് സർവീസുകളാണ് കുറേ ഉള്ളത്. ഇതിവിടെ പരിസരത്തുള്ള ചെറിയ ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുന്നതാണ്. ഈ ബസ്സിൻ്റെ ബോർഡ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും പിന്നിട്ട് പോകുന്ന. ഇതൊക്കെ പേട്ട് എന്നുള്ളതാണ്. ശ്രീമംഗള, ഹുഡിക്കേരി, പൊന്നിയംപട്ട്, ഗോണിക്കുപ്പ, വീരാജ്പേട്ട്. ഇത് കുറച്ച് ലോങ് സർവീസ് പോകുന്ന ബസ്സാണ്. ഓക്കെ, ഇതാണ് കുട്ട ബസ് സ്റ്റാൻഡ്. ചെറിയൊരു ബസ് സ്റ്റാൻഡ്. കർണാടകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ചെറിയൊരു ഗ്രാമമാണ്, ഒരു ടൗണാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാട് കടന്ന് പോയി കേരളത്തിലേക്ക് എത്തും. ഓക്കെ, അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഓക്കെ, ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ഒരു സ്കൂളുണ്ട്. സെൻറ്റ് മേരീസ് കൈൻഡർപാർട്ടൻ പ്രൈമറി ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ട. പൊന്നിയംപേട്ട് താലൂക്കാണിത്. സൗത്ത് കൂർഗാണ് ഇതിൽ പെടുന്ന. ബോർഡിലെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഈ റോഡ് നേരെ കാണുന്നത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് കുറച്ച് ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഈ കുട്ട എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട അങ്ങാടി ആ ഭാഗത്താണുള്ളത്.
അതുവഴി ഈ റോഡ് നേരെ പോകുന്നത് പിന്നെ ഗോണിക്കുപ്പ എന്നുള്ള സ്ഥലത്തേക്ക് പോകുന്നത്, ഒരു 32 കിലോമീറ്റർ ഉണ്ട്. അതിൽ പോകാതെ അവിടെ തിരിഞ്ഞതായി ഉള്ളിലേക്ക് കാണുന്ന ഈ റോഡിന് പോയി കഴിഞ്ഞാലും നാഗർഹോള ഫോറസ്റ്റ് വഴി അങ്ങനെ ഗോണിക്കുപ്പയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു ചെറിയൊരു ജംഗ്ഷനൊക്കെയാണ് ഇവിടെ. അധികം വണ്ടികൾ വന്ന് തിരിഞ്ഞു പോകുന്നത് ഈ കാണുന്ന വഴിക്കാണ്. നേരിട്ട് പോകുന്നത് റോഡിന് പോകുന്നത് വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഈ വാഗമരങ്ങളൊക്കെ പൂക്കുന്ന ഒരു സീസണാണ്. അപ്പോൾ ചുവന്ന പൂക്കൾ ഇവിടെ നിരവധി വാഗമരങ്ങളുള്ള സ്ഥലങ്ങളാണ് കുറേ ഉണ്ട്. അവിടെയൊക്കെ ഞാൻ വരുന്ന വഴിക്കൊക്കെ കണ്ടിരുന്നു. ഇതുപോലെ പൂത്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണണം. പക്ഷേ ഇവിടുന്ന് കുറേ ദൂരം ഇങ്ങനെ വൈഡായിട്ട് രണ്ട് സൈഡിലേക്കും പോകാൻ പറ്റില്ല. കാരണം ഒക്കെ ഫോറസ്റ്റിൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന സ്ഥലങ്ങളായതുകൊണ്ട് നമ്മൾ അറിയാണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടുപോകും. പക്ഷെ എന്നാലും ഈ വീരാജ്പേട്ട് റോഡിന് വീരാജ്പേട്ടിന്ന് ഗോണിക്കുപ്പ റോഡിന് ഒരു കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ വെള്ളാർഗേറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നമുക്ക് പോയി നോക്കാം. അവിടെ കൂടുതലായിട്ടും ട്രൈബൽസാണ് താമസിക്കുന്നതാണ് പറഞ്ഞത്. അതായത് ഇവിടെ കൂടുതലായിട്ടുള്ള ട്രൈബൽ വിഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനു കുർബ വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലുണ്ടാവുക. ഈ കാട്ടിൽ പോയിട്ട് തേനെടുക്കുന്ന ആ ഒരു വിഭാഗം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ പരിസരത്തുള്ള പല ബൂത്തുകളും പല സ്റ്റേഷനിൽ ഈ ഫോറസ്റ്റിൻ്റെ പരിധിയിലുള്ള കുറേ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പോഴും കാട്ടുതേന് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഫോറസ്റ്റ് ഹണി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഇവരെ കൊണ്ട് എടുപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ ചെറിയൊരു ബിസിനസ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. കാട്ടുതേന് അവൈലബിൾ ആണ് ശരിക്കും. ഞാൻ നിൽക്കുന്നതാണ് കുട്ട ടൗൺ എന്ന് പറഞ്ഞത്. ഇത് കുറച്ചുള്ളൂ, ചെറിയൊരു ടൗണാണ്. അവിടെ കൂടുതലായിട്ട് വൈൻ ഷോപ്പുകൾ ഉണ്ടാവും. അപ്പുറത്ത് കേരള ബോർഡറിലേക്ക് പോയി കഴിഞ്ഞാൽ ലോട്ടറി കടകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ അത് തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ കുട്ട എന്ന് പറഞ്ഞ ചെറിയൊരു ടൗണാണിത്. ഇവിടെ ഒരു കയറ്റം ഒരു ഇറക്കം അത്രേ ഉള്ളൂ. ഒരുപാട് ചെറിയ ചെറിയ കടകൾ ഒരുപാടുണ്ട്. ബസ്സുകളൊക്കെ വന്ന് നിൽക്കുന്നു. അങ്ങനെയുള്ള ചെറിയൊരിത്. അപ്പോൾ ഇവിടെ ഈ പരിസരത്തുള്ള ചെറിയ ഗ്രാമങ്ങളൊക്കെ ആശ്രയിക്കുന്ന ഒരു ചെറിയൊരു ടൗണാണ് ഈ കുട്ട എന്ന് പറയുന്നത്. അമ്പലമൊക്കെ ഉണ്ട്, സ്റ്റെപ്പൊക്കെ ഉണ്ട്. മേലെ കയറിപ്പോയി കഴിഞ്ഞാൽ ഒരു അമ്പലമുണ്ട്. താഴെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂടുതൽ മലയാളം സംസാരിക്കുന്ന ആൾക്കാരാണ്. മലയാളം ഉണ്ട്, കന്നഡയുണ്ട്. ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലേ. ഇവിടെ ചെറിയ മാർക്കറ്റ് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു പഴയ സ്റ്റൈലിലാണുള്ളത്, പഴയ കാലത്തെ സ്റ്റൈലിൽ. ഇപ്പോൾ ഇവിടെ കണ്ടോ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു മാർക്കറ്റ്. വെജിറ്റബിൾസ് മാത്രമല്ല, ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഫുൾ ആൾ കൂടുന്ന ഒരു മാർക്കറ്റാണിത്. ഇപ്പോൾ ഇവിടെ പച്ചക്കറി വെക്കുന്നുണ്ട്. ഇതൊക്കെ മൈസൂർ ഭാഗത്ത് വരുന്ന പച്ചക്കറികളാണ്. പിന്നെ ചൊവ്വാഴ്ച ദിവസം വരികയാണെങ്കിൽ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് കടകളുണ്ടാവും കേട്ടോ. ഇപ്പോൾ കുറച്ച് കടകളേ ഉള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസമാണ് കൂടുതൽ കടകളുണ്ടാവുക. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കാണാം. ഇതാണ്. പക്ഷെ ഇവിടെ ചൊവ്വാഴ്ച വന്നു കഴിഞ്ഞാലാണ് കേട്ടോ എല്ലാ കടകളും ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച അല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ. ഇതിന് ബാക്കിലേക്കൊക്കെ കുറേ സ്പേസ് ഉണ്ട്. അവിടെയൊക്കെ കടകളുണ്ടാവും. വേണ്ടത് ക്ലോത്തൊക്കെ വെക്കുന്നതിന്, തുണി, ടെക്സ്റ്റൈൽസ്. ഈ സ്ഥലം കാലിയായി കിടക്കുന്നുണ്ട്. ഇതൊക്കെ ചൊവ്വാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ ഫുൾ ഫില്ലായിരിക്കും, ഫുൾ കച്ചവടമായിരിക്കും ഇതിൻ്റെ അകത്തൊക്കെ. ഇവിടെയൊക്കെ കടയുണ്ട്. തുണിക്കടകളാണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, ഈ മൈസൂർ ഭാഗത്ത് നിന്ന് സാധനം കയറ്റി വരുന്നതാണ് ഈ ഭാഗത്തേക്കൊക്കെ. കുട്ടായ ഭാഗമൊക്കെ കാലിയായി കിടക്കുന്നു. പഴയ കാലത്തൊരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് കൂടെ ഒഴിവുണ്ട്. പുരാതനമായൊരു മാർക്കറ്റാണ് കേട്ടോ. ഫുള്ളായിട്ട് പഴയ കാലത്ത് കെട്ടിടമാണ്. ഇപ്പം ഇങ്ങനത്തെ മാർക്കറ്റ് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. ഇതിനുള്ളിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ കുറേ ഉണ്ട്. അപ്പുറത്തേക്കൊക്കെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാലുണ്ട്. ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട് വെക്കുന്ന സ്ഥലമാണ്. ഇവരുടെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഫിഷ് ആൻഡ് പിന്നെ ഫിഷും കോഴിയിറച്ചി കടകളൊക്കെയാണ് അവിടെ ഈ ഭാഗത്തേക്ക്. ഇവിടുന്ന് അങ്ങോട്ടുണ്ട്. അതൊക്കെ വന്നിട്ട് കുറച്ച് പുതിയ ടൈപ്പ് കെട്ടിടമാണ്, ലേറ്റസ്റ്റ്. ഈ ഭാഗത്തേക്കുള്ള മാത്രമാണ് പഴയ ഓൾഡ് ടൈപ്പ്. പക്ഷേ ചൊവ്വാഴ്ച വരികയാണെങ്കിലാണ് അതിൻ്റെ ഫുൾ ഒരു സീൻ കാണാൻ പറ്റുള്ളൂ. ഇവിടെയുള്ള പരിസരത്തുള്ള ഗ്രാമങ്ങളൊക്കെ ഒരുപാട് ഈ ട്രൈബൽസ് ഏരിയകളാണ് കൂടുതലായിട്ട്. കാരണം വനം പ്രദേശം ആയതുകൊണ്ട് തന്നെ കൂടുതൽ ട്രൈബൽസാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ പുരാതനമായിട്ടുള്ള ഒരു മാർക്കറ്റൊക്കെ കാണണമെങ്കിൽ ഇപ്പോൾ ഇവിടെ വരണം. ഇവിടെ ഈ
ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞത് ഒരു കുറച്ച് ഭാഗമുള്ളെങ്കിലും അത് പഴയ കാലത്തെ ഒരു നിർമ്മിതിയാണ്. എല്ലാ ചൊവ്വാഴ്ച എന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇവിടെ കച്ചവടമൊക്കെ നടക്കുന്നതാണ്. പക്ഷെ പഴയത് അപേക്ഷിച്ച് ഇപ്പോൾ വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ചൊവ്വാഴ്ച ഒക്കെ വരുമ്പോൾ നമുക്ക് കാണുകയാണെങ്കിൽ ഒരു പുതുമ തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെ ബസ് വന്ന് നിൽക്കുന്നുണ്ടോ? ഇത് കർണാടക RTC ബസ്സാണ്. ഓക്കെ, ഇവിടെ ബ്രാൻഡ് ഷാപ്പുകൾ കൂടുതലായിട്ട് അപ്പുറത്തൊക്കെ ഉണ്ട്. ഞാൻ ബൈക്കോടെ വെച്ചിട്ടില്ല. നമുക്ക് എടുത്തിട്ട് ഇനി ഇവിടെ പരിസരത്തുള്ള ഏതെങ്കിലും വെച്ചൊരു വില്ലേജിലേക്ക് പോയി നോക്കാം. ഞാൻ കുട്ടനൊരു 8-10 കിലോമീറ്റർ ഈ കുട്ടൻ നടന്നതാണ്. ഈ നാഗർകോള റോഡിന് കുറേ ദൂരം അങ്ങ് പോയി എന്നൊക്കെ വില്ലേജ് കളൊക്കെ കാണാൻ പറ്റുന്നു. ഫുള്ള് കാപ്പിത്തോട്ടം മാത്രം, കാപ്പി എസ്റ്റേറ്റുകൾ മാത്രമാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ ദൂരം അങ്ങോട്ട് പോയിട്ട് മടങ്ങി ഇങ്ങോട്ട് തന്നെ വന്നു. വേറെ ഒന്നും കാണാൻ പറ്റിയില്ല. ഞാൻ ഇനി തിരിച്ചു പോകണം. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.